അതായത് ഫിസിക്കൽ ജോബിൽ നിന്ന് മെൻ്റൽ ജോബിലേക്കും ഇനിയും അതിനുശേഷം ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്പിരിച്വൽ ജോബിലേക്കുമാണ് കടക്കുന്നത്. അതായത് ഫിസിക്കൽ ജോബ് മാറുന്നു, അതിനുശേഷം അത് മെൻ്റൽ ജോബിലേക്ക് മാറുന്നു. ആ മെൻ്റൽ ജോബ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ സ്പിരിച്വൽ ജോബിലേക്ക് മാറുന്നു. ആ സ്പിരിച്വൽ ജോബ് എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ എനിക്ക് ഈ ഭൂമിയുടെ വാസം അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറച്ച് ഫിസിക്കലായിട്ടുള്ള ഡിജിറ്റൽ പ്രോഡക്ട്സ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ മാത്രമല്ല. ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ എസൻസിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. ആ കാലഘട്ടത്തിൽ എന്താ മെർജ് ചെയ്യാൻ പോകുന്നത്? ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വാലിറ്റിയുടെ മെർജ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഞാനൊരു അഡ്വൈസ് തരാം. നിങ്ങളൊരു ബ്രാൻഡ് ആവണം. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവുകളെ ഉണർത്തിക്കൊണ്ട് നിങ്ങളൊരു ബ്രാൻഡ് ആവുവാനായിട്ട് തീവ്രമായിട്ട് പരിശ്രമിക്കണം. അപ്പം നിങ്ങളിൽ ആ പറയുന്ന ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുവാനായിട്ടുള്ള ബേസിക് ഐഡിയാസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം സെൽഫ് ഡിസ്കവറി. ഹു ആം ഐ? വൈ ഐ ആം ഹിയർ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നിങ്ങളാകുന്ന ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണം. ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണം. നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് വിഷ്വലി നമ്മൾ ഡെവലപ്പ് ചെയ്യണം, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, ഓൺലൈൻ പ്രസൻസ് ഉണ്ടാക്കിയെടുക്കണം, നെറ്റ്വർക്കിങ്ങും കൊളാബറേഷനിലൂടെ വീണ്ടും വീണ്ടും ബ്രാൻഡിനെ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. കൺസിസ്റ്റൻസിയും ഒതന്റിസിറ്റിയിലൂടെ നമ്മൾ എന്താണ് നമ്മുടെ ബ്രാൻഡ് ബെറ്റർ ആണെന്ന് ആളുകളുടെ മുമ്പിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിലൂടെ എന്താണ് നമ്മുടെ ബ്രാൻഡിനെ നമ്മൾ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു മികച്ച ബ്രാൻഡ് ആകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ.